ഹായ് ഫ്രണ്ട്സ്, സാപ്പിടിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്നും നാളെയും OTT റിലീസ് പൂരം തന്നെ പറയാം. ഏകദേശം 13ഓളം റിലീസുകളാണ് ഇന്നും നാളെയായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു കോമഡി വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയാണ്. ആ ഒക്കട്ടി അലക്കു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത എല്ലാവരും കാത്തിരുന്ന ഒരു മലയാള സിനിമയായിരുന്നു നെസ്ലിം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആലപ്പുഴ ജിംഖാന എന്ന സിനിമ. ഒരു സ്പോർട്സ് ആക്ഷൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ സിനിമ ജൂൺ മാസം 13-ാം തീയതി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആയിരുന്നു പുറത്തു വന്നിരുന്നെങ്കിലും സോണി ലീവ് വഴി ഈ ഒരു സിനിമ ഒരു ദിവസം മുമ്പേ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഈ സിനിമ റിലീസ് ചെയ്തു. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലായിട്ട് സോണി ലീവിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡേ ഓഫ് റെക്കോർഡിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡേ ഓഫ് റെക്കോർഡിംഗ് 2 ഓപ്ഷൻ ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം അഡ്വഞ്ചർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡീപ് കവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസാണ്. ഒരു അഡ്വഞ്ചർ ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സീരീസാണ്. ഫ്യൂബർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. 2ാമത്തെ സീസണാണ്. അർണോൾഡ് ഷ്വാസ്നഗറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സീരീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ആമസോൺ പ്രൈം വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ത്രില്ലർ മൂവിയാണ്. അടുത്തൊരു ഡ്രാമ റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയാണ്. ഡിയർ ഉമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അതായത് ജൂൺ മാസം 13-ാം തീയതി. അടുത്ത സന്താനം പ്രധാന വേഷം കൈകാര്യം ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഡെവിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞ സിനിമ. ടില്ലുക്കുടുക്കുടു എന്ന് പറഞ്ഞ സിനിമയുടെ 4ാമത്തെ പാർട്ടാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. തമിഴ് ഭാഷയിൽ C5 ഈ ഒരു സിനിമ റിലീസ് ചെയ്യും. ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. നേരത്തെ ഈ സിനിമയുടെ ലോ ക്വാളിറ്റി HD പ്രിൻ്റൊക്കെ ലീക്ക് ആക്കപ്പെട്ടിരുന്നു. എന്തായാലും നാളെ റിലീസ് ചെയ്യുന്ന സമയത്ത്, ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്ന സമയത്ത് C5 മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കാം. മലയാളം അടക്കമുള്ള ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ്. തമിഴ് മൂവിയാണ് 11 എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഈ ഒരു സിനിമ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ആമസോൺ പ്രൈം, ആഹാ തമിഴ്, അതുപോലെ തന്നെ ടെൻറ്റ് കോട്ട ഈ 3 OTT പ്ലാറ്റ്ഫോമിൽ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. അക്ഷയ് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കേസരി ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജിയോ സിനിമ വഴി ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ അവൈലബിൾ ആയിരിക്കും. റിലീസ് ചെയ്യുന്നതാണ്. മറ്റു ഭാഷ തമിഴ് ഓഡിയോ വരുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. അടുത്തൊരു സീരീസാണ്. വെങ്കടേഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്ക് 18+ സീരീസാണ്. റാണ നായിഡു എന്ന് പറഞ്ഞ സീരീസിൻ്റെ 2ാമത്തെ സീസണാണ്. ഒരു ക്രൈം ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസാണ്. തെലുങ്ക് സീരീസ് ആണെങ്കിൽ കൂടി ഇന്ന് രാത്രി 12 ശേഷം നെറ്റ്ഫ്ലിക്സിൽ മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫസ്റ്റ് സീസൺ മൾട്ടി ഓഡിയോ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തത് ജിയോ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ് ശുഭം എന്ന് പറഞ്ഞ സിനിമ. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജൂൺ മാസം 13-ാം തീയതി തെലുങ്ക് ഭാഷയോടെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശ്രീനാഥ് ബാസി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആസാദി എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഒരു വിജയം കരസ്ഥമാക്കാതെ പോയ സിനിമയാണ്. ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമയാണ്. മനോരമ മാക്സ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുണ്ട്. ജൂൺ മാസത്തിന് റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകളൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ജൂൺ മാസം 27-ാം തീയതി ഈ ഒരു സിനിമ മനോരമ മാക്സ് റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിലേക്കൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്. ഏതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.